ഹലോ എവ്രിവൺ, എല്ലാവർക്കും PSC MCQ സോണിൻ്റെ മറ്റൊരു PYQ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിലബസിൻ്റെ വേൾഡ് ഹിസ്റ്ററി എന്ന ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള മുൻകാല ചോദ്യങ്ങളാണ്. ഇത് ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് എത്തി അത് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വേണ്ടത്ര സമയം പോസ് ചെയ്ത് വെച്ച് ആൻസർ സ്വയം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം മാത്രം അതിൻ്റെ ആൻസേഴ്സ് ഉള്ള ഭാഗത്തേക്ക് പോകുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് സിവിൽ വാറിനെ കുറിച്ചിട്ടുള്ളതാണ്. ദ ഇംഗ്ലീഷ് സിവിൽ വാർ ഓഫ് 1642-1651 എമേർജ്ഡ് ഔട്ട് ഓഫ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ വിച്ച് എമംഗ് ദി ഫോളോയിങ് സെഷൻസ്. ആരൊക്കെ തമ്മിലാണ് ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം നടന്നത്? ഓക്കെ, ഇംഗ്ലീഷ് സിവിൽ വാർ ആരൊക്കെ തമ്മിലാണ് നടന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ദ കിങ് ആൻഡ് ദി ചർച്ച്. ബി, ദ കിങ് ആൻഡ് ദി ഫ്യൂഡൽ ലോർഡ്സ്. C, the king and the parliament. D, the king and the army. ഓപ്ഷൻ എ, രാജാവും പള്ളിയും തമ്മിൽ. ഓപ്ഷൻ ബി, രാജാവും പ്രഭുക്കൻ ഫ്യൂഡൽ പ്രഭുക്കന്മാരും തമ്മിൽ. ഓപ്ഷൻ സി, രാജാവും പാർലമെന്റും തമ്മിൽ. ഓപ്ഷൻ ഡി, രാജാവും സൈന്യവും തമ്മിൽ. ആര് തമ്മിലാണ് ഇംഗ്ലീഷ് സിവിൽ വാർ നടന്നത്? ആലോചിക്കുക. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ സി, കിങ് ആൻഡ് ദി പാർലമെന്റ് ആണ് കേട്ടോ. രാജാവും പാർലമെന്റും തമ്മിലാണ് ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം നടന്നത്. അതായത് ഇംഗ്ലീഷ് റെവല്യൂഷൻ എന്ന ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണിത്. അപ്പൊ ഇംഗ്ലീഷ് റെവല്യൂഷന് കാരണമായ ഈ ഒരു സിവിൽ വാർ ആണ്. ഈ സിവിൽ വാർ ആരൊക്കെ തമ്മിലാണ് നടന്നത്? രാജാവും പാർലമെന്റും തമ്മിലാണ്. അപ്പോൾ രാജാവിനെ സപ്പോർട്ട് ചെയ്തിരുന്നവർ അറിയപ്പെടുന്നത് റോയലിസ്റ്റുകൾ എന്നും, പാർലമെന്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നവർ അതായത് പാർലമെന്റേറിയൻസിനെ അറിയപ്പെട്ടിരുന്നത് റൗണ്ട് ഹെഡ് എന്നുമാണ് കേട്ടോ. അപ്പൊ ഈ റോയലിസ്റ്റുകളും റൗണ്ട് ഹെഡുകളും തമ്മിൽ നടന്ന ഒരു സിവിൽ വാർ ആണ് ഇംഗ്ലീഷ് സിവിൽ വാർ. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിവിൽ വാർ വന്നു? കിങ് ആയിട്ടുള്ള ചാൾസ് ഒന്നാമൻ രാജാവിന്റെ ഈ ഒരു ഡിവൈൻ റൈറ്റ്സ് ഓഫ് കിങ്ഷിപ്പിൽ വിശ്വസിച്ചിരുന്നു. അതായത് ദൈവത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ ഭൂമിയിൽ ദൈവത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് രാജാവ്. അതുകൊണ്ട് തന്നെ രാജാവിന് എന്തും ചെയ്യാം എന്നിങ്ങനെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു മൊത്തം പവറും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതേസമയം പാർലമെന്റ് ഉണ്ടായിരുന്നെങ്കിലും പാർലമെന്റിന് ഭരണകാര്യത്തിൽ ഒരു റോളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ രാജാവിന് എന്ത് ചെയ്യണമായിരുന്നു? കുറെ ടാക്സുകൾ ഇമ്പോസ് ചെയ്യണമായിരുന്നു. കാരണം രാജാവിന് യുദ്ധം ചെയ്യാൻ പണം വേണം. പണത്തിന് എന്ത് ചെയ്യണം? സാധാരണക്കാരെ ടാക്സ് ചെയ്യണം. പക്ഷെ ടാക്സ് ഇമ്പോസ് ചെയ്യണമെങ്കിൽ അത് ആര് സമ്മതിക്കണമായിരുന്നു? പാർലമെന്റ് സമ്മതിക്കണമായിരുന്നു. അങ്ങനെ പാർലമെന്റ് സമ്മതിക്കാതെ വന്നപ്പോൾ രാജാവ് പാർലമെന്റുമായിട്ട് ഒരു യുദ്ധത്തിനിറങ്ങി. അങ്ങനെയാണ് ഇംഗ്ലീഷ് സിവിൽ വാർ ഉണ്ടാവുന്നത്. അപ്പൊ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്, അതായത് രാജാവ് സപ്പോർട്ട് ചെയ്തിരുന്നത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെയാണ്. അതുപോലെ പ്യൂരിറ്റൻസ് പാർലമെന്റിന്റെ കൂടെയുള്ളവരാണ്. അപ്പൊ പാർലമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന പ്യൂരിറ്റൻസിനെയും രാജാവ് സപ്പോർട്ട് ചെയ്യുന്ന ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ. അപ്പൊ ഏത് ചർച്ചാണ് മെയിൻ എന്നുള്ളതിനെ ചൊല്ലിയും ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. അതും ഈ ഒരു റെവല്യൂഷൻ ഒരു കാരണമാണ്. അങ്ങനെ ഈ റെവല്യൂഷൻ ഒരു കോൺഫ്ലിക്റ്റ് നടന്നു. അതിനുശേഷം ചാൾസ് വണ്ണിനെ എക്സിക്യൂട്ട് ചെയ്ത് അവിടെ കോമൺവെൽത്ത് ആണ് ഉണ്ടാവുന്നത്. ഇംഗ്ലണ്ടിന്റെ ഒരു കോമൺവെൽത്ത്, ഒലിവർ ക്രോംവെൽ നയിച്ച ഒരു കോമൺവെൽത്ത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ രാജഭരണം നിന്ന് കോമൺവെൽത്തിലേക്ക് എത്തി. ഓക്കെ, പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ ഇംഗ്ലീഷ് റെവല്യൂഷനിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is or are related to the Russian Revolution of 1917? 1. Autocratic rule of Tsars. B. Boston Tea Party. 3. Formation of socialist parties. 4. Stamp Act. ഈ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? സാർ രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണം, ബോസ്റ്റൺ ടീ പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണം, സ്റ്റാമ്പ് ആക്ട്. ഇതിനകത്തെ 4 കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇതിനകത്തെ ഏതൊക്കെയാണ് റഷ്യൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? നോക്കിയേ, സാർ രാജാക്കന്മാർ എവിടത്തെ രാജാക്കന്മാരായിരുന്നു? റഷ്യയിലെ രാജാക്കന്മാരായിരുന്നല്ലേ? അപ്പൊ സാർ രാജാക്കന്മാരുടെ ഓട്ടോക്രാറ്റിക് ഭരണം എന്ന് പറയുന്നത് റഷ്യൻ റെവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ ഓപ്ഷൻ സി നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു, കാരണം ഒന്നില്ല. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായിട്ട് ബന്ധപ്പെട്ടേ? ഒന്ന് ആലോചിച്ചേ. ബോസ്റ്റൺ ടീ പാർട്ടി, അതെ, അമേരിക്കൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. റഷ്യൻ റെവല്യൂഷനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ 2 പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ബി, ഓപ്ഷൻ ബി 1 and 3 ഓൺലി ആണ് ഇതിന്റെ
ആൻസർ. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാവേ. അപ്പോൾ ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് സാർ. അപ്പോൾ ഭരണം റഷ്യ ഭരിച്ചിരുന്നത് ആരായിരുന്നു? സാർ രാജാക്കന്മാരായിരുന്നു കേട്ടോ. റോമനോവ് ഡൈനാസ്റ്റിയാണ് ഇവര്. അപ്പോൾ സാർ രാജാക്കന്മാരായിരുന്നു. ഇവരുടെ ഈ ഒരു ഏകാധിപത്യ ഭരണവും ഇവരുടെ ഭരണത്തിന്റെ കീഴിൽ ജനങ്ങൾ അനുഭവിച്ച യാതനകളും ഒക്കെയാണ് ഈ ഒരു റെവല്യൂഷന് കാരണമാവുന്നത് തന്നെ. പിന്നെ ഫോർമേഷൻ ഓഫ് സോഷ്യലിസ്റ്റ് പാർട്ടീസ്. അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടീസ് ഉണ്ടാവുന്നുണ്ട്. ഏതൊക്കെയാണ്? ബോൾഷെവിക്ക്, മെൻഷെവിക്ക് പോലെയുള്ള സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഉണ്ടാവുന്നു. ബോൾഷെവിക്സ് നയിച്ചത് ലെനിനും മെൻഷെവിക്ക് നയിച്ചത് അലക്സാണ്ടർ കെറൻസ്കിയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇങ്ങനെ പാർട്ടീസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടീസിന്റെ ഫോർമേഷനും ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് സാറും റഷ്യൻ റെവല്യൂഷനുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ റെവല്യൂഷന്റെ ഒരു കീ ഇവന്റ് ആണ് 1773 നടന്നത്. അതായത് തേയിലയ്ക്കൊക്കെ ഒരുപാട് എന്ത് ചെയ്തു? ഒരുപാട് ടാക്സ് ഏർപ്പെടുത്തിയപ്പം ഇതിനൊരു പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ കുറച്ച് അമേരിക്കൻ പ്രൊട്ടസ്റ്റേഴ്സ് നേറ്റീവ് അമേരിക്കൻസിന്റെ ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു കപ്പലിൽ കയറി ഇങ്ങനെ തേയില വെച്ചിരിക്കുന്ന ട്രങ്ക് എല്ലാം എടുത്ത് കടലിലേക്ക് ഇടുകയാണ് ചെയ്തത്. അതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അതുപോലെ സ്റ്റാമ്പ് ആക്ട്. അപ്പോൾ ബ്രിട്ടൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രിട്ടൻ എവിടെ ചെന്നാലും കോളനീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അങ്ങനെ എന്തിനും ഏതിനും ടാക്സ് ഇമ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ബ്രിട്ടന്റെ ഒരു നയം. അങ്ങനെ അമേരിക്കൻ കോളനീസിന്റെ മേളിൽ കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് സ്റ്റാമ്പ് ആക്ട്. അതായത് ഏത് ഗവൺമെന്റ് പേപ്പറിനും അഫിലിയേഷൻ, അതായത് ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്റ്റാമ്പ് ഒട്ടിക്കണം. അതാണ് സ്റ്റാമ്പ് ആക്ട് വന്നത്. ഇത് ഒരുപാട് പ്രതിഷേധങ്ങൾക്കിടയാക്കിയ ഒരു ആക്ട് ആണ് സ്റ്റാമ്പ് ആക്ട്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. എമംഗ് ദ ഫോളോയിങ് കോമ്പിനേഷൻസ് വിച്ച് വൺ കറക്റ്റ്ലി റെപ്രസെന്റ്സ് ദി എഫക്റ്റ് ഓഫ് വേൾഡ് വാർ 1? അതായത് കുറച്ച് ഇവന്റ്സിന്റെ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് വേൾഡ് വാർ 1, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലങ്ങളെ കാണിക്കുന്നത്? നമുക്ക് നോക്കിയാലോ. ഓപ്ഷൻ എയില് കൊളാപ്സ് ഓഫ് ഹാബ്സ്ബർഗ് എംപയർ, റഷ്യൻ റെവല്യൂഷൻ, യുണൈറ്റഡ് നേഷൻസ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ യുണൈറ്റഡ് നേഷൻസ് വേൾഡ് വാർ 1 ബന്ധപ്പെട്ട് കിടക്കുന്നേ ആണോ? അല്ല. വേൾഡ് വാർ 1 ബന്ധപ്പെട്ട് കിടക്കുന്ന വേറൊരു ഓർഗനൈസേഷൻ ഏതാ? അത് ലീഗ് ഓഫ് നേഷൻസ് ആണ്. അപ്പൊ ലീഗ് ഓഫ് നേഷൻസ് ആണ് വേൾഡ് വാർ 1 ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് വരുന്ന ഓപ്ഷൻസ് ഒക്കെ തെറ്റല്ലേ? ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ ഈ ഒരു ബി പോയി, അതുപോലെ ഡിയും പോയി. അപ്പൊ നമുക്ക് ഒരൊറ്റ കറക്റ്റ് ആൻസറേ ഉള്ളൂ, അത് സി ആണ്. സിയിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കാം. കൊളാപ്സ് ഓഫ് ഹാബ്സ്ബർഗ് എംപയർ, റഷ്യൻ റെവല്യൂഷൻ, ലീഗ് ഓഫ് നേഷൻസ്. അപ്പൊ ലീഗ് ഓഫ് നേഷൻസ് ഇതിനകത്ത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ലീഗ് ഓഫ് നേഷൻ, ഈ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. അപ്പോൾ ഹാബ്സ്ബർഗ് എംപയറിന്റെ തകർച്ച ഉണ്ടാവുന്നുണ്ട്, റഷ്യൻ റെവല്യൂഷൻ സംഭവിക്കുന്നു, അതുപോലെ ലീഗ് ഓഫ് നേഷൻസും വരുന്നു. ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് ഇപ്പോഴെല്ലാം ഉണ്ടാവുന്നത് 1945 യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇതുമായിട്ട് യാതൊരു ബന്ധവും, വേൾഡ് വാർ 1 യാതൊരു ബന്ധവും യുണൈറ്റഡ് നേഷൻസിന് ഇല്ല. കൊളാപ്സ് ഓഫ് ഹാബ്സ്ബർഗ് എംപയർ എന്ന് പറയുമ്പോൾ ഓസ്ട്രിയോ ഹംഗേറിയൻ രാജ്യം ഭരിച്ചിരുന്ന ഡൈനാസ്റ്റി രാജവംശത്തിന്റെ പേരാണ് ഹാബ്സ്ബർഗ് രാജവംശം. അപ്പൊ യുദ്ധം കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു ഡൈനാസ്റ്റി ഒക്കെ പോയി 1918 ആയപ്പോഴത്തേനും ഈ ഒരു ഡൈനാസ്റ്റി ഡിസോൾവ് ആയിട്ട് ഈ ഒരു എംപയറിന് തന്നെ ചെക്കോസ്ലോവാക്യ, യുഗോസ്ലേവിയ പോലെയുള്ള പുതിയ പുതിയ രാജ്യങ്ങളായിട്ട് ഹാബ്സ്ബർഗ് എംപയർ മാറുകയാണ് ചെയ്തത്. ഓക്കെ. അടുത്ത റഷ്യൻ റെവല്യൂഷൻ. അപ്പൊ റഷ്യൻ റെവല്യൂഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാ? 1917 റഷ്യൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ റെവല്യൂഷൻ കാരണം, അതായത് നമ്മുടെ വേൾഡ് വാർ 1 റഷ്യ പങ്കെടുത്തിരുന്നല്ലോ വേൾഡ് വാർ 1. അപ്പൊ ഇത് റഷ്യക്ക് പക്ഷെ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ആ സമയത്തില്ല. പക്ഷെ രാജാവ് എന്ത് ചെയ്യുന്നു? ഫോഴ്സ്ഡ് ആയിട്ടാണ് വന്ന് ആ റഷ്യ യുദ്ധത്തില് പങ്കെടുക്കുന്നത്. അപ്പൊ ഇതിനെതിരെ റഷ്യൻ എംപയറിന്റെ അകത്ത് ആളുകള് പ്രതിഷേധങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത്. രാജാവ് എത്രയും പെട്ടെന്ന് വേൾഡ് വാർ 1 നിന്ന് പിന്മാറണമെന്നും പറഞ്ഞ് അങ്ങനെ പ്രതിഷേധങ്ങൾ വരുന്നു. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്? രാജാവ് യുദ്ധത്തിനായിട്ട് ഇറങ്ങുന്നു. ഇതൊക്കെയാണ് റെവല്യൂഷൻസ് പിന്നീട് റഷ്യൻ റെവല്യൂഷൻ എന്നുള്ള ഒരു റെവല്യൂഷനിലേക്ക് വരാനും സാർ എംപയറിന്റെ പതനത്തിന് കാരണമാവുന്നത്. ഓക്കെ. പിന്നീട് അത് സോവിയറ്റ് യൂണിയന്റെ റൈസിനൊക്കെ കാരണമാവുന്നത് വേൾഡ് വാർ 1 ആണ്. അതുപോലെ ലീഗ് ഓഫ് നേഷൻസ്. അപ്പോൾ വേൾഡ് വാർ 1 അവസാനിച്ചപ്പോ എന്താ സംഭവിച്ചത്?
പാരീസ് പീസ് കോൺഫറൻസ് വിളിച്ചുകൂട്ടി. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവരുത്, വേൾഡ് വാർ 1 ഉണ്ടായതിരിക്കട്ടെ, ഇനി ഒരിക്കലും ഒരു യുദ്ധം ഇങ്ങനെ ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് അവര് അപ്പൊ ഇതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വേണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തു 1920. ഓക്കെ, ഇനി അതായത് ലോക സമാധാനം നിലനിർത്താനും ഇനി ഒരു ലോക മഹായുദ്ധം ഉണ്ടാവരുത്, അത് പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതുകൊണ്ട് ഈ ഒരു ലീഗ് ഓഫ് നേഷൻസ് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായില്ല. കാരണം വൈകാതെ തന്നെ വേൾഡ് വാർ 2 പൊട്ടിപ്പുറപ്പെട്ടല്ലേ. അപ്പൊ ലീഗ് ഓഫ് നേഷൻസ് കൊണ്ട് വലിയ റെലവൻസ് ഒന്നും ഇല്ല. പക്ഷെ നമ്മളത് അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഒരു ഓർഗനൈസേഷന്റെ കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ഓർ are false regarding the 3 estates in pre-revolutionary France? First statement, first estate represented the nobility of France. Second statement, the second estate comprised the Catholic clergymen spread across France. Third statement, the third estate represented the vast majority of Louis XVI subjects. Fourth statement, members of the third estate saw nothing in the first and second except social snobbery, undeserved privileges and economic oppression. നല്ലൊരു ചോദ്യം ഇത്, ആൻസർ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ്. അപ്പൊ ഏതൊക്കെയാണ് ഫ്രാൻസിലെ 3 എസ്റ്റേറ്റ്സ്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നമ്മളിങ്ങനെ ടെക്സ്റ്റ് ബുക്സിൽ ഇങ്ങനെ ഒരു ഫിഗർ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഫസ്റ്റിലുള്ളത് ചർച്ചാണ്, ഫസ്റ്റിലുള്ളത് ക്ലർജിയാണ്, ചർച്ച പുരോഹിതന്മാരാണ്. രണ്ടാമത്തേനകത്താണ് നോബിലിറ്റി വരുന്നത്, പ്രഭുക്കന്മാർ വരുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റിലാണ്. മൂന്നാമത്തെ സ്റ്റേറ്റിൽ ആരാ വരുന്നത്? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് മൂന്നാമത്തെ സ്റ്റേറ്റ് വരുന്നത്. അപ്പോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഫസ്റ്റ് എസ്റ്റേറ്റ് റെപ്രസെന്റഡ് ദ നോബിലിറ്റി. ഫസ്റ്റ് എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. അപ്പൊ തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചേക്കുന്നത് ഫോൾസ് എന്നുള്ളതാണ്. ഫോൾസ് ഏതാണെന്നാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്, ഫാക്ച്വലി തെറ്റാണെങ്കിലും നമുക്ക് ആൻസറിൽ ഇതാണ് വേണ്ടത്. അപ്പൊ കറക്റ്റ്. അപ്പം ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും പോയി. നമുക്കിനി എയിലെയും ബിയിലെയും ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ദ സെക്കൻഡ് എസ്റ്റേറ്റ് കംപ്രൈസ്ഡ് ദി കാത്തോലിക് ക്ലർജി. പുരോഹിതന്മാരാണോ സെക്കൻഡ് എസ്റ്റേറ്റിലുള്ളത്? അല്ല, സെക്കൻഡ് എസ്റ്റേറ്റിലുള്ളത് നോബിൾസ് ആണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അതായത് നമുക്ക് ആൻസറിന് കറക്റ്റ് ആണ്. അപ്പൊ 1ഉം 2ഉം ഓക്കെ. അപ്പൊ തേർഡിനകത്ത് പറയുന്നത് എന്താ? തേർഡ് എസ്റ്റേറ്റ് റെപ്രസെന്റഡ് ദി വാസ്റ്റ് മെജോറിറ്റി ഓഫ് ലൂയി 16 സബ്ജക്ട്സ്. അതായത് തേർഡ് എസ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ സാധാരണക്കാരുള്ളതെന്ന്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതെ, ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഈ നാലാമത്തെയും കൂടി കണ്ടുപിടിച്ചാലേ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പൊ തേർഡ് എസ്റ്റേറ്റുകാര് ഫസ്റ്റിലും സെക്കൻഡിലും എന്താ ഒരു അൺഡിസേർവ്ഡ് പ്രിവിലേജസും എക്കണോമിക് ഒപ്രഷനും ഒക്കെയാണ് കണ്ടതെന്നാണ് പറയുന്നത്. അതും വളരെ പരമാർത്ഥമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 and 2 ആർ ഫോൾസ്. ഓൺലി 1 and 2 ആർ ഫോൾസ് ആണ്. ബാക്കി 2 സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ഓൺലി 1 and 2 ആർ ഫോൾസ് ആണ് ഉത്തരം. അപ്പൊ ഫസ്റ്റ് എസ്റ്റേറ്റിൽ ആരാളുള്ളത്? ക്ലർജി ആണുള്ളത്. സെക്കൻഡ് എസ്റ്റേറ്റിൽ ആരാണുള്ളത്? നോബിലിറ്റി ആണുള്ളത്. തേർഡ് എസ്റ്റേറ്റിൽ എന്താ? ബാക്കിയുള്ള 98% ഓഫ് ഫ്രഞ്ച് പോപ്പുലേഷൻ തേർഡ് എസ്റ്റേറ്റിൽ സാധാരണക്കാരാണ് ഉള്ളത്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഫസ്റ്റ് എസ്റ്റേറ്റിനും സെക്കൻഡ് എസ്റ്റേറ്റിനും കുറെ പ്രിവിലേജസ് ഉണ്ടായിരുന്നു. അതായത് ഇവർക്ക് ടാക്സ് കൊടുക്കണ്ട, ഇവരാണ് ബാക്കിയുള്ളവരെ തേർഡ് എസ്റ്റേറ്റിന് ടാക്സ് ചെയ്യുന്നത്. അതായത് കൺട്രി മുന്നോട്ട് കൊണ്ടുപോകുന്നത് തേർഡ് എസ്റ്റേറ്റ് ആണ്. പക്ഷെ ഇവര് പണിയെടുക്കുന്നതിൽ സുഖിച്ച് ജീവിക്കുന്ന രണ്ടുപേരാണ് ക്ലർജിയും നോബിലിറ്റിയും, ഫസ്റ്റും സെക്കൻഡ് എസ്റ്റേറ്റ്. അപ്പൊ അത് തേർഡ് എസ്റ്റേറ്റിന് എന്താ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കൊണ്ടാണ് പിന്നീട് ഫ്രഞ്ച് റെവല്യൂഷൻ സംഭവിക്കുന്നത് തന്നെ. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം, അതും ഫ്രഞ്ച് റെവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടാണ്. ഇൻ ഫ്രാൻസ് there were certain indirect taxes which were collected not by state officials but by private individuals or company. അതായത് ഫ്രാൻസില് ചില ഡയറക്റ്റ് ടാക്സുകൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്, സ്വകാര്യ വ്യക്തികൾക്കോ കമ്പനികൾക്കോ കളക്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഉണ്ടായിരുന്നു എന്ന്. 2, the clergy, the Rome Catholic Church formed the first order in the state. It was rich and powerful. It owned probably a fifth of the land of France. അപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് റോമൻ കത്തോലിക് ചർച്ചാണ്, അതായത് പുരോഹിതന്മാരാണ്. വളരെ സമ്പന്നരും ശക്തരുമായിരുന്നു റോമൻ കത്തോലിക് ചർച്ച്. ഫ്രാൻസിലെ 5ൽ ഒരു ഭാഗം ലാൻഡ് ആരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്? ഈ കത്തോലിക് ചർച്ചിന്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്.
അതുപോലെ റെവല്യൂഷൻ വാസ് നോട്ട് കോസ്ഡ് ബൈ ഫിലോസഫേഴ്സ് ബട്ട് ബൈ ദ കണ്ടീഷൻ ആൻഡ് എവിൽസ് ഓഫ് നാഷണൽ ലൈഫ് ആൻഡ് മിസ്റ്റേക്സ് ഓഫ് ഗവൺമെന്റ്. ഇപ്പൊ റെവല്യൂഷന് സംഭവിക്കാൻ കാരണം തത്വചിന്തകന്മാരല്ല, പക്ഷേ ഗവൺമെന്റ് ഉണ്ടാക്കിയ മിസ്റ്റേക്സും അതുപോലെ അന്നത്തെ ആളുകളുടെ ലൈഫും ബുദ്ധിമുട്ടും യാതനകളും ഒക്കെയാണെന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആൻസർ നോക്കിയാലോ. ആൻസർ ഓപ്ഷൻ സി 1, 2 and 3 ആണ് കേട്ടോ. ഓപ്ഷൻ സി 1, 2 and 3 ആണ് ആൻസർ. ഇന്നത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഫ്രാൻസില് സർട്ടൻ ഇൻഡയറക്റ്റ്, അതായത് ഇവിടെ ഇന്നിന്റെയും ഡയറക്റ്റിന്റെ ഇടയിൽ ഒരു സ്പേസ് വന്നുപോയി, അങ്ങനെയല്ല, അതൊരു മിസ്റ്റേക്ക് ആണ്. ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് വേണം എഴുതാൻ. അപ്പൊ ഇൻഡയറക്റ്റ് ടാക്സസ് കളക്ട് ചെയ്യാനായിട്ട് സ്വകാര്യ വ്യക്തികൾക്കും കമ്പനികൾക്കും സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പൊ അത് നമ്മൾ എക്സാമൈൻ ചെയ്യുമ്പോൾ ശരിയാണ്. കാരണം ടാക്സ് ഫാർമിംഗ് എന്നുള്ള ഒരു സിസ്റ്റം ഫ്രാൻസിൽ ഉണ്ടായിരുന്നു. ടാക്സ് ഫാർമിംഗ് എന്തായിരുന്നു? രാജാവ് ഈ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം ലീസ് ചെയ്യും. ഓക്കെ, ഇദ്ദേഹം ഈ ഒരു റൈറ്റ് അങ്ങ് ലീസ് ചെയ്യും. ആർക്കാ? പ്രൈവറ്റ് ഫിനാൻസിയേഴ്സിന്. ഇവരെയാണ് നമ്മൾ ടാക്സ് ഫാമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ടാക്സ് ഫാമേഴ്സ് ചെന്ന് ആളുകളുടെ അടുത്തുനിന്ന് രാജാവിന് ഒരു വിഹിതം കൊടുക്കും. എന്നിട്ട് ആ ഒരു റൈറ്റ് വാങ്ങും രാജാവിന്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് ഇവരാണ് ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഗ്യാബേലും സോൾ ടാക്സ് അങ്ങനെയുള്ള ടാക്സുകളൊക്കെയാണ്, ഇൻഡയറക്റ്റ് ടാക്സുകളാണ് ഇവർ ഇങ്ങനെ ടാക്സ് ഫാമിംഗ് വഴി ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വരുന്ന ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ, ഈ ടാക്സ് ഫാമേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധാരണക്കാരിൽ നിന്നും ഇപ്പൊ 5% ആണ് ടാക്സ് റേറ്റ് എങ്കിൽ ഇവരൊരു 8% അല്ലെങ്കിൽ 10% വാങ്ങും ഇവരുടെ പ്രോഫിറ്റ് കൂട്ടാനായിട്ട്. അപ്പൊ ഇത് സാധാരണക്കാർ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് റോമൻ കാത്തലിക് ചർച്ച് ആയിരുന്നു. കാത്തലിക് ചർച്ച് ആയിരുന്നു. അവർ റിച്ച് ആൻഡ് പവർഫുൾ ആയിരുന്നു. അവരുടെ കയ്യിലാണ് ഭൂരിഭാഗം ലാൻഡും ഉണ്ടായിരുന്നത്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. റെവല്യൂഷൻ സംഭവിക്കാൻ കാരണം തത്വചിന്തകന്മാരല്ല, ഫിലോസഫേഴ്സ് അല്ല, പക്ഷേ ആ ഒരു നാഷണൽ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു ദുഷിച്ച ഒരു കണ്ടീഷനും അതുപോലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് റെവല്യൂഷൻ ഉണ്ടായതെന്നാണ്. അതുപോലെ ഗവൺമെന്റിന്റെ പാളിച്ചകളും. ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കും ഫിലോസഫേഴ്സും ഇൻവോൾവ് ആയിരുന്നല്ലോ എന്ന്. പക്ഷെ ഇമീഡിയറ്റ് കോസിനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ റെവല്യൂഷൻ പൊട്ടിപ്പുറപ്പെടാനുണ്ടായത് ഫിലോസഫേഴ്സിന്റെ ആ ഒരു തോട്ട് കൊണ്ടല്ല. കാരണം ആ ഒരു വളരെ മോശമായിരുന്ന സാമ്പത്തിക നില, ഫമൈൻ, വരൾച്ച, സാമൂഹ്യ അസമത്വം, അതുപോലെ തന്നെ ഫ്രാൻസിലെ രാജാവ് ഏതാണ്ട് കടക്കെണിയിലാണ്, ഫിനാൻഷ്യൽ ബാങ്ക്രപ്സി, രാജാവിന്റെ മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ് റെവല്യൂഷൻ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനായിട്ട് കാരണം ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഹിസ്റ്റോറിക്കൽ ഇവന്റ് റിസൾട്ടഡ് ഇൻ ദ ഡീപൊസിഷൻ ഓഫ് ജെയിംസ് II and the accession of his daughter Mary II and her husband William III? ഏത് ചരിത്ര സംഭവമാണ് ജെയിംസ് സെക്കൻഡിനെ അധികാരത്തിൽ നിന്ന് മാറ്റുകയും അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള മേരി സെക്കൻഡ് ആൻഡ് മേരി സെക്കൻഡിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള വില്യം തേർഡിനെ അധികാരത്തിൽ ഏറ്റുകയും ചെയ്തത്? ഏതാണ് ആ ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റിനെ പറയുന്ന പേരെന്താ? നമ്മൾ എന്താ വിളിക്കുന്നത്? ഫ്രഞ്ച് റെവല്യൂഷൻ, ഇംഗ്ലീഷ് സിവിൽ വാർ, റഷ്യൻ റെവല്യൂഷൻ, ഗ്ലോറിയസ് റെവല്യൂഷൻ? ഏതാണ് ആ ഒരു ഇവന്റ്? ഇംഗ്ലീഷ് സിവിൽ വാർ എന്ന് എഴുതി വെക്കല്ലേ. അതൊരു കോൺഫ്ലിക്റ്റ് ആണ്. പാർലമെന്റും രാജാവും തമ്മിൽ നടന്ന കോൺഫ്ലിക്റ്റ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി, ഗ്ലോറിയസ് റെവല്യൂഷൻ ആണ്. ഇത് ഇംഗ്ലീഷ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇംഗ്ലീഷ് റെവല്യൂഷന് നമ്മൾ വേറൊരു പേര് വിളിക്കുന്നതാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ. അപ്പോൾ രാജാവ് ജെയിംസ് സെക്കൻഡ് അദ്ദേഹം ഒരു കാത്തലിക് വിശ്വാസിയാണ്, കാത്തലിക് മൊണാർക്കാണ്. പക്ഷേ പാർലമെന്റിൽ കൂടുതലും ആളുകൾ പ്യൂരിറ്റൻസ് ആണ്, പ്രൊട്ടസ്റ്റൻസ് ആണുള്ളത്. അപ്പൊ ഈ കാത്തലിക് മൊണാർക്ക് രാജാവിന്റെ പോളിസീസും അദ്ദേഹത്തിന്റെ മതപരമായിട്ടുള്ള പല കാര്യങ്ങളും പാർലമെന്റിന് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പൊ പാർലമെന്റ് പദ്ധതി ഇട്ടു ഈ രാജാവിനെ മാറ്റി നമുക്ക് ഇവരുടെ മകൾ, ഇപ്പൊ രാജാവിന്റെ മകൾ ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയാണ്, മേരി സെക്കൻഡ് കേട്ടോ. അപ്പൊ രാജാവിന്റെ മകളെ കൊണ്ടുവരാമെന്ന് പാർലമെന്റ് പദ്ധതി ഇട്ടതറിഞ്ഞ് രാജാവ് എന്ത് ചെയ്തു? രാജാവിന്റെ എല്ലായിടത്തും രാജാവ് ഇവിടെ നിന്ന് നാടുവിട്ടുപോയി. അതായത് ബ്രിട്ടനിൽ നിന്ന് രാജാവ് ഫ്രാൻസിലോട്ടോ മറ്റോ ഫ്ലീ ചെയ്തു. ഫ്രാൻസിലോട്ട്
ഫ്ലീ ചെയ്തു, ഫ്രാൻസിലോട്ട് നാട് വിട്ടുപോയി. അപ്പൊ ഒരു യുദ്ധം ഉണ്ടാവാൻ ഇടയുണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇവര് വരുമ്പോൾ രാജാവ് എതിർത്ത് നിന്നിരുന്നെങ്കിൽ ഒരു യുദ്ധം ഉണ്ടായേനെ. പക്ഷെ മേരിയും അവരുടെ ഹസ്ബൻഡ് വില്യമും വന്നപ്പോഴത്തേക്കും സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു, അവിടെ രാജാവോ ആരും തന്നെ ഇല്ല. അപ്പൊ ഇവർക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്തു, ഇവര് അധികാരം വന്ന് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഒരു അധികാര കൈമാറ്റം ഗ്ലോറിയസ് ആവുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഒരു തുള്ളി പോലും ചോര അവിടെ പൊടിഞ്ഞില്ല. വളരെ ലിറ്റിൽ ബ്ലഡ് ഷെഡ് മാത്രം ഉണ്ടായ ഒരു ഇവന്റ് ആണ് ഗ്ലോറിയസ് റെവല്യൂഷൻ. ചരിത്രത്തിൽ ഇത് വളരെ റെയർ ആണ്. ചരിത്രത്തിൽ എപ്പോഴും അധികാര കൈമാറ്റം വളരെ ബ്ലഡ് റിലേറ്റഡ് ആയിരിക്കും, എപ്പോഴും ചോര ചിന്തും. പക്ഷെ ഇത് അങ്ങനെയല്ല നടന്നത്. അതുകൊണ്ടാണ് ഇതിന് ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് മൊണാർക്കിയിൽ നിന്നും ഇംഗ്ലണ്ട് എന്ത് ചെയ്യുന്നു, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലേക്ക് മാറുകയാണ് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്താ? ഓക്കെ, അബ്സല്യൂട്ട് മൊണാർക്കി എന്താ? അബ്സല്യൂട്ട് മൊണാർക്കി എന്ന് പറഞ്ഞാൽ രാജാവിനാണ് സുപ്രീം അതോറിറ്റി, വേറെ ഒരു കുട്ടിക്കും അവിടെ പവറോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്താ? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിൽ രാജാവ് നെയിം, അതായത് രാജാവ് പേരിന് മാത്രം ഒരു രാജാവാണ്, പവർ മൊത്തം പാർലമെന്റിന്റെ കയ്യിലായിരിക്കും. മനസ്സിലായോ? അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം ആയിട്ട് മാച്ച് ദി ഫോളോയിങ് ആണ്. ഈ ലിസ്റ്റ് 1 കുറച്ച് ഫേമസ് ആയിട്ടുള്ള വർക്ക്സും ലിസ്റ്റ് 2 ഈ വർക്ക്സിന്റെ ഓതേഴ്സും ആണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ. സ്പിരിറ്റ് ഓഫ് ലോസ്. സ്പിരിറ്റ് ഓഫ് ലോസ് ആരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പുസ്തകമാണ്? ഞാൻ എങ്കിൽ ലിസ്റ്റ് 1 വായിക്കാം. ദ സ്പിരിറ്റ് ഓഫ് ലോസ്, കാൻഡിഡ്, എൻസൈക്ലോപീഡിയ, ദ സോഷ്യൽ കോൺട്രാക്ട്, മെഡിറ്റേഷൻസ് ഓൺ ഫസ്റ്റ് ഫിലോസഫി, എൻ എസ്സേ ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ. ലിസ്റ്റ് 2 ഇതാണ്. വോൾട്ടയർ, ജീൻ ജാക്വസ് റൂസോ, 3 റെനെ ഡെക്കാർട്ടെ, ഡെനിസ് ഡിട്രോട്ട്, മാൽത്തസ്, മോണ്ടസ്ക്യൂ. ഇതിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? സ്പിരിറ്റ് ഓഫ് ലോസ് കേട്ടിട്ടുണ്ടാവും അല്ലെ? സ്പിരിറ്റ് ഓഫ് ലോസ്, സ്പിരിറ്റ് ഓഫ് ലോസ് ആരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? മൊണ്ടസ്ക്യൂ. മൊണ്ടസ്ക്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സ്പിരിറ്റ് ഓഫ് ലോസ്. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷൻ അങ്ങ് എടുത്ത് കളയാം. സ്പിരിറ്റ് ഓഫ് ലോസ്, മൊണ്ടസ്ക്യൂ എന്ന് അറിയുമ്പോൾ എ ബി സിയിലേക്ക് നമുക്ക് നമ്മുടെ ഓപ്ഷൻസിനെ ചുരുക്കാം. അടുത്ത വേറെ ഏതാ ഉള്ളത്? പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട മൽത്തൂഷ്യൻ തിയറി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മള് ഈ റിസോഴ്സ് പോപ്പുലേഷൻ കൂടും റിസോഴ്സസ് കുറയും, അങ്ങനെ ഒരു തിയറി ഉണ്ട്, മൽത്തൂഷ്യൻ തിയറി. മാൽത്തസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പോപ്പുലേഷൻ. അപ്പൊ എഫ് അഞ്ചാമത്തെ ഓപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എയും എടുത്ത് കളയാം. ഇനി നമുക്ക് ആകെ ഉള്ളത് ബിയും സിയും ആണ്. ബിയും സിയിലെ ബി ഓപ്ഷൻ 1 ആണ് പറയുന്നത്, അതായത് കാൻഡിഡ് വോൾട്ടയറിൻ്റെതാണ്. എഫ് അഞ്ചാമത്തത് നമ്മളത് നോക്കുകയും ചെയ്തു. നിങ്ങൾ ഇനി നിങ്ങളൊന്ന് ഫിഗർ ഔട്ട് ചെയ്തേ ഏതൊക്കെയായിരിക്കും. നമുക്ക് ബിയും സിയും മാത്രമേ ഇനി നോക്കാനുള്ളൂ. ബിയോ സിയോ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നാണ് ഓപ്ഷൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് സോൾവ് ചെയ്യാം. നമുക്ക് ആൻസറിലേക്ക് പോവാം കേട്ടോ. ആൻസർ സ്പിരിറ്റ് ഓഫ് ലോസ്. സ്പിരിറ്റ് ഓഫ് ലോസ് എന്നുള്ളത് മോണ്ടസ്ക്യൂന്റെ വെരി ഫേമസ് പുസ്തകമാണ്. സ്പിരിറ്റ് ഓഫ് ലോസ് മോണ്ടസ്ക്യൂന്റേതാണ്. അപ്പൊ ഇതിനകത്താണ് ഇദ്ദേഹം സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ച് പറയുന്നത്. അതായത് ഗവൺമെന്റ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ പവർ സെപ്പറേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്ന തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് സ്പിരിറ്റ് ഓഫ് ലോസിലാണ് ഉള്ളത്. രണ്ടാമത്തത് കാൻഡിഡ് ആണ്, വോൾട്ടയറിന്റെ. അപ്പൊ ഒരു എൻലൈറ്റൻമെന്റ് സമയത്തുള്ള ഒരു സറ്റൈറിക്കൽ ഒരു പുസ്തകമാണ് കാൻഡിഡ് എന്ന് പറയുന്നത് കേട്ടോ. എൻലൈറ്റൻമെന്റ് വർക്ക് ആണെന്ന് ഓർത്തേക്ക്. 3 എൻസൈക്ലോപീഡിയ. എൻസൈക്ലോപീഡിയ കോൺട്രിബ്യൂട്ടഡ് ടു ഡെനിസ് ഡിട്രോട്ട്. ഡെനിസ് ഡിട്രോട്ടിന്റെ വർക്ക്സ് മാത്രമല്ല ഇതിനകത്തുള്ളത്, ഇദ്ദേഹം ഒരു കമ്പൈലർ ആണ്. ഈ വർക്കിന്റെ എഡിറ്റർ ആണ് ഇദ്ദേഹം. അതുപോലെ പ്രൈമറി കോൺട്രിബ്യൂട്ടറും ഇദ്ദേഹമാണ്. വേറെ കുറെ പേരുടെ വർക്കുള്ള എൻസൈക്ലോപീഡിയ എന്ന് പറയുമ്പോൾ അറിയാലോ, ഇതൊരു കമ്പൈലേഷൻ ഓഫ് വർക്ക്സ് ആണ്. അതുപോലെ സോഷ്യൽ കോൺട്രാക്ട് റൂസോടെയാണ്. സോഷ്യൽ കോൺട്രാക്ട് റൂസോ. അപ്പൊ ഇതിനകത്താണ് ഇദ്ദേഹം ഇൻഡിവിജ്വലും സ്റ്റേറ്റും തമ്മിലുണ്ടാവുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത്, സോഷ്യൽ കോൺട്രാക്ട്. ഇനി മെഡിറ്റേഷൻസ് ഓൺ ഫസ്റ്റ് ഫിലോസഫി റെനെ ഡെക്കാർട്ടയുടെ പുസ്തകമാണ്. ഇദ്ദേഹം ഈ പുസ്തകമാണ് വെസ്റ്റേൺ ഫിലോസഫിയുടെ, ഒരു മോഡേൺ വെസ്റ്റേൺ ഫിലോസഫിയുടെ ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്, മെഡിറ്റേഷൻസ് ഓൺ ഫസ്റ്റ് ഫിലോസഫി. അതുപോലെ മാൽത്തസിന്റെയാണ് എൻ എസ്സേ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ. അതായത് പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ വെരി ഫേമസ് വർക്കാണ് എൻ എസ്സേ ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ദി റഷ്യൻ റെവല്യൂഷൻ ഈസ് ഓർ ആർ ട്രൂ?
The Soviet was a body of workers representatives set up to conduct strikes. അപ്പൊ ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആദ്യം സോവിയറ്റുകളെ കുറിച്ചുള്ള ചോദ്യമാണ്. സോവിയറ്റുകൾ എന്ന് പറഞ്ഞാൽ സമരം നടത്താനായിട്ട് ഉണ്ടാക്കപ്പെട്ട തൊഴിലാളികളുടെ സംഘടനയാണ്. രണ്ടാമത്തത്, the final goal of the Bolsheviks was not the establishment of socialism but the establishment of a republic. ബോൾഷെവിക്കുകളുടെ അവസാന ലക്ഷ്യം ഒരിക്കലും സോഷ്യലിസം സ്ഥാപിക്കുക എന്നതായിരുന്നില്ല, റിപ്പബ്ലിക്കിന്റെ സ്ഥാപനമായിരുന്നു. മൂന്നാമത്തത്, ഫസ്റ്റ് ആക്ട് ഓഫ് ലെനിൻ ഗവൺമെന്റ് വാസ് ദി അഡോപ്ഷൻ ഓഫ് ദ ഡിഗ്രി ഓൺ പീസ് ബൈ വിച്ച് റഷ്യ വിഡ്രൂ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ അറ്റ് ദ കോസ്റ്റ് ഓഫ് ലോസിംഗ് മെനി ഓഫ് ഹർ ടെറിട്ടറീസ്. ലെനിൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ആദ്യം ചെയ്ത പ്രവൃത്തി ഡിഗ്രി ഓൺ പീസ് അക്സെപ്റ്റ് ചെയ്യുക എന്നതായിരുന്നു. ഇതിലൂടെ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിൻവാങ്ങുകയാണ് ചെയ്തത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ദ റോമനോവ്സ് വെർ ദി ഓൺലി ഡൈനാസ്റ്റി ടു ഫോൾ ഡ്യൂറിംഗ് ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തകർന്ന ഒരൊറ്റ ഡൈനാസ്റ്റി, അത് റോമനോവ് ഡൈനാസ്റ്റിയാണ്. ഇതാണ് 4 സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ സോവിയറ്റുകൾ ശരിയല്ലേ? സോവിയറ്റുകളുടെ തൊഴിലാളികളുടെ ഗ്രൂപ്പാണ് സ്ട്രൈക്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഗോൾ ഓഫ് ബോൾഷെവിക് എന്ന് പറയുന്നത് സോഷ്യലിസത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ബോൾഷെവിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അവരുടെ സോഷ്യലിസം ആണ് അല്ലേ. അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് അവര് മെയിൻ ആയിട്ടും, അവരുടെ മെയിൻ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഏതാ? സോഷ്യലിസം ആണ്. അപ്പൊ ബോൾഷെവിക്സ് സോഷ്യലിസം അല്ല എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് അത് തെറ്റിപ്പോ അല്ലെ. അപ്പൊ 2 വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നമുക്ക് ഈ എയും എടുക്കാം, എയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, അതുപോലെ ഡിയും ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. കാരണം ലെനിൻ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഡിഗ്രി ഓൺ പീസ് അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ബ്രസ്റ്റ് ലിറ്റോവസ്ക് എന്ന് പറയുന്ന ഒരു ട്രീറ്റ് സൈൻ ചെയ്യുന്നു. അങ്ങനെ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു. ഓക്കെ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ 1 and 3 നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി കേട്ടോ. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഹാബ്സ്ബർഗ് ഡൈനാസ്റ്റി വീഴുന്നുണ്ട്, സാർ റോമനോസ് ആണ് സാറ്. അങ്ങനെ ഒരുപാട് ഡൈനാസ്റ്റീസ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ടൈമിൽ വീഴുന്നുണ്ട്, റോമനോ ഡൈനാസ്റ്റി മാത്രമല്ല. ഓക്കെ, നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പൊ ബോൾഷെവിക്സിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അവരൊരു റിപ്പബ്ലിക് സ്റ്റേറ്റ് ഉണ്ടാക്കിയെങ്കിലും അത് ഒരു സോഷ്യലിസം എന്നതിലേക്ക് എത്താനുള്ള ഒരു വേ മാത്രമായിരുന്നു. അവരുടെ ഏറ്റവും വലിയത് സോഷ്യലിസ്റ്റ് സൊസൈറ്റിയാണ്. വേൾഡ് വാർ 1ന്റെ ഭാഗമായിട്ട് വീണ കുറച്ച് ഡൈനാസ്റ്റീസ് ആണ്. ഹോഹൻസോളൻസ് ജർമ്മനിയിലാണ്, ഹാബ്സ്ബർഗ് ഡൈനാസ്റ്റി ഓസ്ട്രോ ഹംഗറി, അതുപോലെ ഒട്ടോമൻ രാജാക്കന്മാർ തുർക്കിയിലെ കാലിഫേറ്റിന്റെ ഒക്കെ അവസാനമാണ് വേൾഡ് വാർ 1 കൂടിയിട്ട് സംഭവിക്കുന്നത്. ഇത്രയും ഡൈനാസ്റ്റീസ് ആണ് ഫോൾ ആവുന്നത്. ഇപ്പൊ സോവിയറ്റ് എന്നുള്ള വാക്കിന്റെ ലിറ്ററൽ മീനിങ് കൗൺസിൽ എന്നാണ്. 1905 റെവല്യൂഷൻ 1905 ആ ഒരു റെവല്യൂഷൻ സമയത്താണ് ആദ്യത്തെ സോവിയറ്റ്സ് വരുന്നത്. സ്ട്രൈക്സ് കണ്ടക്ട് ചെയ്യാനും അതുപോലെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് സോവിയറ്റുകൾ ഫോം ചെയ്യുന്നത്. 1917 ഒക്ടോബർ റെവല്യൂഷന് ശേഷം ബോൾഷെവിക്കുകൾ അധികാരം ഏൽക്കുന്നുണ്ട്. അധികാരം ഏൽക്കിട്ട് ഇവരൊരു ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് ഡിഗ്രി ഓൺ പീസ്. ഓക്കെ, ഈ പീസ് ഈ ഒരു ഡിഗ്രിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അത് ഇവൻച്വലി ലെഡ് ടു ട്രീറ്റ് ഓഫ് ബ്രസ്റ്റ് ലിറ്റോവസ്ക്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ബ്രസ്റ്റ് ലിറ്റോവസ്ക് കേട്ടോ. സൈൻ ചെയ്തത് റഷ്യയാണ്. 1918 അവിടെ ഈ ഒരു ട്രീറ്റിയോടുകൂടി ബ്രസ്റ്റ് ലിറ്റോവസ്ക് ഈ ഒരു ട്രീറ്റിയോടുകൂടി റഷ്യ വേൾഡ് വാർ 1 നിന്നും പുറത്തേക്ക് പോകുന്നു. ഓക്കെ, കനത്ത നഷ്ടം ഏറ്റുകൊണ്ട് തന്നെയാണ് റഷ്യ പുറത്തേക്ക് വരുന്നത്. ഉക്രൈൻ, ബാൾട്ടിക് സ്റ്റേറ്റ് പോലെയുള്ള പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസും സെൻട്രൽ പവേഴ്സിന് കൊടുത്തിട്ടാണ് ട്രീറ്റി ഓഫ് ബ്രസ്റ്റ് ലിറ്റോവസ്ക് പ്രകാരം റഷ്യ പുറത്തോട്ട് വരുന്നത്. റഷ്യക്ക് നഷ്ടമാണ്, പക്ഷെ റഷ്യയുടെ അന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതി പ്രകാരം റഷ്യക്ക് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാനൊന്നും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് റഷ്യ അങ്ങ് പുറകോട്ട് വലിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ്, അല്ലെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നോക്കിയത്. നിങ്ങൾക്ക് ഇനി ഒരു സെഷൻ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, നമുക്ക് ഇത് ചെയ്യാം. വേൾഡ് ഹിസ്റ്ററിയുടെ ഇനിയും കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഡിസ്കസ് ചെയ്യാനായിട്ട്. ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്കിന്റെ PYQ ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ, കമന്റ് ബോക്സിൽ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡു കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.
അതുപോലെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഒക്കെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതിന്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. താങ്ക് യു സോ മച്ച്.